കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെറുപുഴ യൂണിറ്റ് വാർഷിക പൊതുയോഗം മെയ് 14 നടക്കും. This news is brought to you by Elroy Opticals and Computerized Eye Clinic, Cherupuzha. Phone 9961660599. ചെറുപുഴ ലയൺസ് ക്ലബ്ബ് ഓഡിറ്റോറിയത്തിൽ രാവിലെ 9:30 ആരംഭിക്കുന്ന യോഗം വ്യാപാരി വ്യവസായി ഏകോപന സമിതി കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ദേവസ്യ മേച്ചേരി ഉദ്ഘാടനം ചെയ്യുമെന്ന് യൂണിറ്റ് പ്രസിഡന്റ് ജെ സെബാസ്റ്റ്യനും സെക്രട്ടറി ATV രാജേഷും പറഞ്ഞു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെറുപുഴ യൂണിറ്റിൻ്റെ വാർഷിക പൊതുയോഗം 14/5/2026 വ്യാഴാഴ്ച രാവിലെ 9:30 മുതൽ ചെറുപുഴ ലയൺസ് ഹാളിൽ വെച്ച് നടത്തപ്പെടുകയാണ്. മെയ് മാസത്തിലാണ് യൂണിറ്റ് തലങ്ങളിലെ തെരഞ്ഞെടുപ്പും പൊതുയോഗവും നടക്കുന്നത്. 2 വർഷത്തെ കാലാവധിയാണ് ഒരു ടേമിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ഭാരവാഹികൾക്കുള്ളത്. 2024 മെയ് മാസത്തിലാണ് ഇപ്പോഴത്തെ ഭരണസമിതി അധികാരത്തിൽ വന്നത്. 2 വർഷത്തെ കാലാവധി പൂർത്തിയാക്കി പ്രവർത്തന റിപ്പോർട്ടും വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ച് പാസ്സാക്കുക എന്നതാണ് മുഖ്യമായിട്ടുള്ള അജണ്ട. അതിനുശേഷം 2026-28 വർഷത്തേക്കുള്ള പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുന്ന ചടങ്ങും പ്രസ്തുത പൊതുയോഗത്തിൽ വെച്ച് നടത്തപ്പെടുകയാണ്. പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുന്നത് ജില്ലാ പ്രസിഡന്റ് കൂടി ആയിട്ടുള്ള സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ ദേവസ്യ മേച്ചേരി അവറുകളാണ്. അതോടൊപ്പം ഈ മേഖലയിൽ നിന്നുള്ള ജില്ലയുടെ ഭാരവാഹികളും മേഖലാ ഭാരവാഹികളും പ്രസ്തുത ചടങ്ങിൽ ആശംസകൾ അർപ്പിക്കും. പൊതുയോഗത്തിൽ വെച്ച് ഇനി നടപ്പിലാക്കേണ്ടുന്ന പ്രവർത്തനങ്ങളുടെ ഒരു പ്രൊജക്റ്റ് വിശദമായ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ 2 വർഷത്തെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്നതിനും കൂടി ആവശ്യമായിട്ടുള്ള പൊതുയോഗം അംഗീകാരം നൽകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇനി 2 വർഷം നടപ്പിലാക്കുന്ന കാര്യങ്ങൾ യോഗത്തിൽ വച്ച് ചർച്ച ചെയ്ത് നടപ്പിൽ വരുത്താനാണ് ഭരണസമിതി ഉദ്ദേശിക്കുന്നത്. പുതിയ ഭരണസമിതിയെ തിരഞ്ഞെടുക്കുന്ന ചടങ്ങിൻ്റെ ഉത്തരവാദിത്വം ജില്ലാ കമ്മിറ്റിക്കാണ്. അത് ജില്ലാ കമ്മിറ്റി ഭാരവാഹിയായിരിക്കും അതിൻ്റെ റിട്ടേണിംഗ് ഓഫീസറായിട്ട് വരിക. ഈ യോഗത്തിൽ വെച്ച് ഇവിടെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ 2 വർഷത്തെ പ്രവർത്തനങ്ങളുടെ റിപ്പോർട്ട് അവതരിപ്പിക്കുകയും ആ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചകളും ഉണ്ടാകും. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കഴിഞ്ഞ 2 വർഷം കൊണ്ട് കണ്ണൂർ ജില്ലയിലെ തന്നെ ഏറ്റവും മികച്ച പ്രവർത്തനങ്ങളിൽ മുന്നിട്ട് നിൽക്കുവാൻ ഇപ്രാവശ്യം ചെറുപുഴ യൂണിറ്റിന് സാധിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും വ്യാപാരോത്സവം പോലുള്ള പ്രവർത്തനങ്ങൾ 6 മാസത്തോളം നീണ്ടുനിന്ന വ്യാപാരോത്സവം കണ്ണൂർ ജില്ലയിലെ ചരിത്രത്തിൽ തന്നെ ഒരു തങ്കലിപികളിൽ എഴുതുന്ന തരത്തിലേക്ക് മാറ്റിയെടുക്കുവാൻ വേണ്ടി ചെറുപുഴ യൂണിറ്റിന് സാധിച്ചിട്ടുണ്ട്. വലിയ വലിയ പട്ടണങ്ങളിൽ മാത്രം നടന്നു വന്നിരുന്ന വ്യാപാരോത്സവം ഗ്രാമങ്ങളിലേക്കും ചെറിയ യൂണിറ്റുകളിലേക്കും എത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് ഇവിടെ അത് വിജയകരമായി നടത്തി കൊണ്ടുപോകാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. വ്യാപാരോത്സവത്തിൽ പ്രഖ്യാപിച്ച സമ്മാനങ്ങളും ബമ്പർ സമ്മാനങ്ങളും കൃത്യമായി അതിൻ്റെ ഗുണഭോക്താക്കൾക്ക് എത്തിച്ചു കൊടുക്കുവാനും സാധിച്ചു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ കുടുംബസംഗമം പരിപാടി കഴിഞ്ഞ മാസം നടത്തിയ കുടുംബസംഗമം പരിപാടി അതെല്ലാ മെമ്പർമാരുടെയും കുടുംബാംഗങ്ങളുടെയും പങ്കാളിത്തം ഉറപ്പുവരുത്തിക്കൊണ്ട് ആ പരിപാടിയും വളരെ വിജയകരമായി നടത്താൻ വേണ്ടി സാധിച്ചു. ഇതിനിടയിൽ തന്നെയാണ് യൂണിറ്റിൻ്റെ ദൈനംദിന കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകുന്ന പ്രവർത്തനങ്ങളിൽ സജീവ താല്പര്യത്തോടുകൂടി പ്രവർത്തിക്കുകയും അത് വിജയകരമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം ഈ ചെറുപുഴ പട്ടണത്തിൻ്റെ വികസനപരമായിട്ടുള്ള കാര്യങ്ങളിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ഭരണസമിതി കഴിഞ്ഞ 2 വർഷമായിട്ട് പരിപൂർണമായി സഹകരിച്ച് പ്രവർത്തനങ്ങൾ വിജയിപ്പിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഏകദേശം 400 മാത്രം ഉണ്ടായിരുന്ന അംഗസംഖ്യ ഇപ്പോൾ 500ലേക്ക് എത്തിക്കാൻ വേണ്ടി ഏകദേശം പുതിയതായിട്ട് 100ഓളം പേരെ ഞങ്ങൾക്ക് പുതുതായി കണ്ടെത്താൻ വേണ്ടി സാധിച്ചു. അങ്ങനെ സംഘടനയുടെ 50ാം സുവർണ ജൂബിലി വർഷത്തിലാണ് 2026 എത്തി നിൽക്കുന്നത്. സുവർണ ജൂബിലി ആഘോഷം വളരെ വിപുലമായി ചെറുപുഴയിൽ വെച്ച് നടത്തപ്പെടുകയുണ്ടായി. 500 മെമ്പർഷിപ്പ് തയ്ക്കുവാനും ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. കുടിയേറ്റ ഇല്ലെങ്കിൽ ഗ്രാമീണ പ്രദേശങ്ങളിൽ 500 മെമ്പർമാരുള്ള യൂണിറ്റുകൾ വളരെ ചുരുക്കമാണ്. പക്ഷേ ഇവിടെ നമുക്ക് അത് തയ്ക്കാൻ വേണ്ടി സാധിച്ചു. ചെറുപുഴയിലേക്ക് ധാരാളം പുതിയ സംരംഭകർ കടന്നു വരുന്നതിൻ്റെ സൂചനയാണ് പുതിയ അംഗങ്ങളുടെ പങ്കാളിത്തം. 500 പേരുടെയും സാന്നിധ്യം പ്രതീക്ഷിച്ചുകൊണ്ടാണ് 14-ാം തീയതി നടക്കുന്ന ജൻബോഡി ഞങ്ങൾ ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചു വരുന്നത്. തീർച്ചയായിട്ടും
ഈ ഭരണസമിതി നടത്തിയ എല്ലാ പ്രവർത്തനങ്ങൾക്കും മെമ്പർമാരുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ മറ്റ് ജനപ്രതിനിധികളുടെയും പൊതുസമൂഹത്തിൻ്റെയും ഭാഗത്തു നിന്നുള്ള എല്ലാവിധ പിന്തുണയും ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനി ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ തുടർന്നും വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഇപ്പോഴത്തെ മെമ്പർമാരുടെയും അതുപോലെ തന്നെ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തുള്ള എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. സുവർണ ജൂബിലി ആഘോഷിക്കുന്ന കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ചെറുപുഴ യൂണിറ്റിൻ്റെ സമ്മേളനം അടുത്ത 14-ാം തീയതി ലയൺസ് ഹാളിൽ വെച്ച് നടക്കുകയാണ്. സുവർണ ജൂബിലിയിൽ അങ്ങോട്ട് നടത്തേണ്ട പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വിശദമായ ചർച്ചയും ഈ 2 വർഷം നടത്തിയ പ്രവർത്തന റിപ്പോർട്ടും ഒക്കെ അംഗീകരിക്കുന്ന ആ പരിപാടിയിലേക്ക് എല്ലാവരെയും എല്ലാ മെമ്പർമാരെയും ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള ഒരുക്കങ്ങൾ ഏതാണ്ട് പൂർത്തിയായി വരികയാണ്. ഇനിയും നല്ല നല്ല പ്രവർത്തനങ്ങൾ ഈ സുവർണ ജൂബിലി സമയത്ത് നടത്താനുള്ള തീരുമാനങ്ങൾ ഈ ജനറൽ ബോഡിയിൽ വെച്ച് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആശ്രയ ക്ഷേമ പദ്ധതികളിൽ നിന്നുള്ള സഹായ വിതരണം, 2026-28 വർഷത്തെ ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പ് എന്നിവയും നടക്കും. ഭാരവാഹികളായ കെ നിയാസ്, ജോൺസൺ സി പടിഞ്ഞാത്ത്, NV കുഞ്ഞിരാമൻ, റോയി ജോസ്, സുജിത് TV, ജിൻഡോ ജോയ്, ബിന്ദു ജേക്കബ് തുടങ്ങിയവരും യോഗത്തിൽ സംസാരിക്കും. വാർഷിക ജനറൽ ബോഡി യോഗം നടക്കുന്ന മെയ് 14-ന് ഉച്ചയ്ക്ക് 1 മണിവരെ കട മുടക്കമായിരിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. കണ്ണുകളുടെ സംരക്ഷണത്തിന് ഏറ്റവും ഗുണമേന്മയുള്ള കണ്ണടകളുടെ വ്യാപാര രംഗത്ത് സേവന മികവിന്റെ 17-ാം വർഷത്തിലേക്ക് എൽറോയ് ഓപ്റ്റിക്കൽസ് ആൻഡ് കമ്പ്യൂട്ടറൈസ്ഡ് ഐ ടെസ്റ്റിംഗ് ക്ലിനിക് ചെറുപുഴ, സഹോദര സ്ഥാപനം അച്ചൂസ് ഐ ക്ലിനിക് ചെമ്പേരി, ആലക്കോട്, ശ്രീകണ്ഠാപുരം, ത്രീസ്യാമ ഐ ഡിപ്പാർട്ട്മെന്റ്, സെന്റ് ജോസഫ് ഹോസ്പിറ്റൽ, കരുവഞ്ചാൽ. എല്ലാ ദിവസങ്ങളിലും വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം, സൗജന്യ കണ്ണുപരിശോധന, ഗുണനിലവാരമേറിയ ഗ്ലാസുകളും ഫ്രെയിമുകളും. എൽറോയ് ഓപ്റ്റിക്കൽസ് ആൻഡ് കമ്പ്യൂട്ടറൈസ്ഡ് ഐ ക്ലിനിക് ചെറുപുഴ. ഫോൺ 9961 660 599.